ചെറിയൊരു പരിപാടിക്ക് പോവാണ്. നമ്മുടെ ചക്ക, ഒരു ചക്ക ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ ചക്കയിലേക്കാണ് നമ്മൾ കോൺസെൻട്രേഷൻ. നമ്മളടുത്ത ചക്കയാണ് ഇന്നത്തെ പരിപാടി. ഈ ചക്ക മഹാനെ നമ്മളൊന്ന് സെറ്റാക്കാൻ പോവാം കേട്ടോ. ചക്ക അപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ വെട്ടിലേക്ക് എടുത്തേ. വയറുവേന എടുത്തിട്ട് എന്നോട് പറയരുത്. എനിക്കൊന്ന് ചക്കയ്ക്ക് മധുരം എന്തിനാ? ചക്ക ഏകദേശം നമ്മൾ ചക്കയിൽ നമ്മൾ പൊളിച്ചു വൃത്തിയായി ഇളക്കി ഇത്തിരി ഇവിടെ വെച്ചേക്കാം. ഇതാണ് പഴിപ്പിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് പഴിപ്പിച്ച് കഴിക്കാൻ വേണോ? വേണം. ഇത്ര ഉണ്ടോ കേട്ടോ, മതി. ഞങ്ങൾക്ക് തുറക്കാൻ ഇത്ര മതി. ഇത് നമ്മുടെ ചെണ്ണയാട്ടോ, കൈകളൊന്നും തേച്ചിട്ടില്ല. മേഡത്തിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് ഞാൻ ഇപ്പോൾ നമ്മൾ 5 മേഡത്തിന് നമ്മൾ പണി കൊടുത്തിട്ടുണ്ട്. പുള്ളി ഇത് പണിയാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. ഓക്കെ. ഇവിടെ എന്തോ അകത്തെന്തോ വെച്ചിട്ടുണ്ടല്ലോ. എന്തോ ഇത് ലൈറ്റ് നിട്ടി ലൈറ്റ്. വാവ്, ഇത് നമ്മുടെ കോവയ്ക്ക മെഴുക്കോട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടി 5 മേഡം ഇന്ന് ഉച്ചയ്ക്ക് കോവയ്ക്ക മെഴുക്കോട്ടി ഉണ്ട്, ചക്കയുണ്ട്, മീൻ പറ്റിച്ചതുണ്ടാവും. ഇന്ന് തന്നെ എല്ലാം റെഡി ആയിക്കട്ടോ. ഹലോ, ഇന്ന് ഇവിടെ ഞങ്ങൾ ചക്ക കഴിക്കാൻ പോവാ. വന്നയച്ച് ചക്ക തിന്നാ വരുമോ? വന്നയച്ച് ചക്ക കഴിച്ച് തിന്നാം എൻ്റെ കൈ കൊണ്ട്. പിന്നെ അച്ഛൻ ഇപ്പോൾ വീട്ടിലോട്ട് പോവാ. അവിടെ ചൂട വെട്ടി വെച്ചിട്ടുണ്ട്. എന്നാൽ അതുകൂടെ ഞാൻ ഇത് വെക്കും. ഐസ്ക്രീം ചോറല്ലേ, ചോറുമായി തരുന്നില്ല ഐസ്ക്രീം. നീ കഴിച്ചോ, നീ കഴിച്ചു കീറുന്നു. നമ്മുടെ അടുത്ത് വരുന്നേക്ക് എടുത്തു. ചക്കക്കുരു അവിടെ ഇടുന്നു, ഈ ചക്കനയും ഇവിടെ ഇടുന്നു, ചക്ക ഒരുക്കുന്നു. അപ്പം അവക്കുള്ള പണി വരുന്നുണ്ട്. ഞങ്ങൾ ഈ മറ്റേ എനിക്ക് വേണ്ടി പണി തരാൻ പോവാ. എനിക്കുള്ള പണിയായത്. കഷ്ടപ്പെട്ട് പാവം അമ്മച്ചി ഇരുന്ന് ജോലി ചെയ്യിപ്പിക്കുക. കണ്ട ഇപ്പം തേങ്ങ ഇങ്ങനെ വൃത്തിയായിട്ട് അങ്ങോട്ട്. തേങ്ങ തിരുമ്പി വീഴുന്നില്ലല്ലോ. ഇങ്ങനെ നമ്മുടെ ചക്ക അടുപ്പേ കയറിയേക്കുവാണ്. നമ്മുടെ ചക്ക ഇപ്പം അരിഞ്ഞ് അടുപ്പയിൽ 5 മടം വെച്ചിരിക്കുന്നു. പുള്ളി ഒന്ന് ചതച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആയിരിക്കും ഇനി അടുത്ത് നമ്മൾ ഇടാൻ പോകും. ഞാൻ പെട്ടെന്ന് ഇനി വീട്ടിൽ പോകണം. എന്നിട്ട് വേണം മീൻ എടുത്തോളാം. ചൂട ചെറിയ ചൂടയില്ലേ, അത് അമ്മ അവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. വെട്ടി വരുമ്പോഴത്തേക്ക് കുറേ പരിപാടിയാകും. അതുകൊണ്ട് വെട്ടി വെച്ചിട്ടുണ്ട്. അത് പോയി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചക്കയിലേക്ക് നമ്മുടെ അരപ്പൊന്ന് ഇടാം. മതി ഒന്ന് അടച്ച് വെച്ചേ. ജസ്റ്റ് ഒന്ന് ആവി എടുത്തത്. അത്രയും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചേക്കാം. ഒരു മിനിറ്റ് ഇച്ചിരി നേരം കൂടെ അടച്ചോ. ഓക്കെ. അതുകൊണ്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഭാര്യ ചക്ക ഇവിടം വരെ എത്തിച്ചു. ടേസ്റ്റി ആയിട്ടുള്ള ചക്കയാണ് ഇന്ന് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. ചോറ് വല്ലതും ഉണ്ടോ? എന്നാൽ ചോറുള്ളവരോട് നോക്കിക്കോളൂ. ചോറൊക്കെ ചൂടാക്കിയിട്ട് അതിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് 2 സ്പൂണ് എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചേക്കാം. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അപ്പോൾ നമ്മുടെ ചക്ക ഏകദേശം റെഡിയായി. ഇനിയിപ്പോൾ അത് നമ്മൾ കുഴച്ച് റെഡിയാക്കി എടുക്കുവാണ്. ഉണ്ടാകണ്ടാണ് നല്ല ആവി കിടക്കുന്ന നല്ല ചൂട് തകർപ്പൻ ചക്ക ഒന്ന് ഇളക്കുവാണ്. ഈ കമ്പ് കണ്ടിട്ട് ആരും വിചാരിക്കേണ്ട, ഇത് ചപ്പാത്തി വരുത്തുന്ന കമ്പ് തന്നെയാണ്. ബിലാസ്പൂരും ഇതേ പരിപാടിയായിരുന്നു. ഇവിടെ അത് തന്നെ ചക്ക ഇളക്കുന്ന. അഞ്ചു മേഡം കാന്താരി പഠിക്കാൻ വേണ്ടി പോയേക്കാണ്. തൊട്ടിപ്പുറത്ത് തന്നെ അടുക്കളയുടെ വാതിക്കൽ അടുക്കള തോട്ടം.
but then gets empty again. Better fill it up before I go. Cause I'm loving it, feeling it, touch me and being it. See what I see in it, I'm typical. Messing around with it, mix it up, go with it, flow with it, let it all go. Oh Lord, think you know what I'm like, but you don't fall, you lose control. Bittersweet melody when I dance on your floor. കാന്താരി സമ്മന്തി റെഡി ആയിരിക്കുവാണ്. അപ്പോൾ അതങ്ങനെ പാൽക്കാന്താരി സമ്മന്തി റെഡി ആയിരിക്കുവാണ്. എടുത്തു പറയണം അത് കേട്ടോ. ഒരു ഇച്ചിരി ഒരു അര സ്പൂണ് എണ്ണയുടെ ഒഴിച്ച് നമ്മൾ എണ്ണയും കൂടെ ഒഴിച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ നമുക്ക് ചക്കയൊന്ന് ചെറുതായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞങ്ങൾ ചക്ക തിന്നാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ചക്ക റെഡി ഇവിടെ വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ചക്കയും കാന്താരി സമ്മന്തിയും മാങ്ങാച്ചാറും. അപ്പോൾ മേഡം മോളെ തങ്കം ഇങ്ങോട്ട് വെച്ചോളൂ. ഇതന്നെ പരിപാടി. ഈ സമയം ഞങ്ങൾ തന്നെ തന്നെ ഉണ്ടാക്കുന്നത്, ഞങ്ങൾ തന്നെ തന്നെ കഴിക്കുന്നു. എന്താണ് വിളയാത്ത ചക്കയൊക്കെ നമുക്ക് ബിലാസ്പൂരിൽ കിട്ടും. പക്ഷേ ഇത്രയും വിളഞ്ഞ വരിക്കച്ചക്ക നമ്മുടെ പേരപ്പൻ ഇന്നലെ തന്നു വിട്ടാ, പപ്പ ഇന്നലെ തന്നു വിട്ടാണിത്. നിങ്ങൾ കൊണ്ട് കഴിക്കാൻ വേണം. അപ്പോൾ അത് നമ്മൾ ഇന്ന് വന്ന് റെഡിയാക്കി ഈ പരുവത്തിലായി. ഈ 5 വീഡിയോ പിടിച്ചിരിക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ വന്നപ്പോഴത്തേക്കിന് ഈ ചക്കയും കാന്താരിയും കൂടെ കൂട്ടി കഴിക്കുന്നതായിരിക്കാണ്. എങ്ങനെയുണ്ടാ ചക്ക? ഞാൻ ഉണ്ടാക്കിയ ചക്കയും കാന്താരി ചമ്മന്തി എങ്ങനെ ഉണ്ടാ? സൂപ്പർ സൂപ്പർ സൂപ്പർ. ചക്കയോ ചക്കയും ഇതും കൂടെ മിക്സ് ചെയ്ത് വേണോ? വേണമെങ്കിൽ പറ. വേണം, വേണമെങ്കിൽ വന്ന് കഴിച്ചിരുന്ന. ഇഷ്ടപ്പെടാ? ഞങ്ങൾ ഇപ്പം ചക്ക എന്ന് അങ്ങനെ വൈൻഡപ്പ് ചെയ്യണം നമ്മുടെ വീഡിയോ. പിന്നീട് ഇതുപോലെ അടുത്ത പരിപാടിയുമായിട്ട് വരുന്നിടം വരെ വണക്കം, ടാറ്റാ.